in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2026 ജൂലൈ മാസം 27-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിന്റെ ലിമിറ്റേഷനുകളെ ദൈവം തകർക്കും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെയും കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത് നിന്റെ ലിമിറ്റേഷനുകളെ അല്ലെങ്കിൽ പരിധികളെ ദൈവം തകർക്കുന്നുള്ളതാണ്. നാം വായിച്ചു കേട്ട വചന പശ്ചാത്തലം നാം തിരിച്ചറിയുകയാണ്. ഇതാ സെരഫാത്തിലെ വിധവയോട് ദൈവം അരുൾ ചെയ്യുകയാണ്, ഇനി ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെയും നിന്റെ കലത്തിലെ മാവ് തീരത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകത്തുമില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന പദങ്ങളെ സ്വീകരിച്ചോ. എവിടെയാണോ പരിധികൾ പറഞ്ഞത്, എവിടെയാണോ ഇല്ലായ്മകൾ പറഞ്ഞത്, ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ യഹോവയുടെ അരുൾപ്പാട് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് അഭിഷേകം നുകങ്ങളെ തകർക്കാൻ പോവുകയാണ്, നിന്റെ പരിധികളെ തകർക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ കെട്ടിനെ അഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഈ പ്രഭാത മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രതികരിക്കുന്നവരായി തീരണം. നമ്മൾ ഈ വചന പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ ഇതാ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഞാൻ സെരഫാത്തിലെ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു നിന്നെ പോറ്റി പുലർത്തേണ്ടതിനായിട്ട്. ഇതാ ഏലിയാവ് ആ ദൈവശബ്ദത്തിനകത്തുനിന്ന് കെരിയത്തിൽ നിന്ന് സെരഫാത്തിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവൻ വിധവയെ നേരിട്ട് കാണുന്നു. വിധവ ഇതാ വിറവ് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളോട് ഏലിയാവ് സംസാരിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം. അങ്ങനെ അവൻ എഴുന്നേറ്റ് സെരഫാത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറകു പറക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിക്കുവാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. 11-ാമത്തെ വാക്യം. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രതികരിക്കണം. ദൈവം പറഞ്ഞനുസരിച്ച് ഏലിയാവ് സെരഫാത്തിൽ ചെല്ലുകയാണ്. അവനിതാ വിധവയെ കാണുന്നു. വിധവയോട് പറയാണ്, നീ എനിക്ക് കുടിക്കുവാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ ഇതാ അവൾ പോകുമ്പോൾ നിങ്ങൾ ഈ വചന പശ്ചാത്തലം തിരിച്ചറിയുമ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് ദൂത് കേൾക്കുന്നവരാണ്. ദൂത് കേൾക്കുന്നതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നിവൃത്തിയാകണമെന്നില്ല, പക്ഷെ ദൂത് നിവൃത്തിയാകും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം പറയുന്നത് നിവൃത്തിയായേ പറ്റത്തുള്ളൂ. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഇതാ ഏലിയാവ് അവിടെ ചെല്ലുന്നു. ദൈവത്തിൻ്റെ അരുൾപ്പാട് പ്രകാരമാണ് ഏലിയാവ് ചെല്ലുന്നത്. ഏലിയാവ് വിധവയെ കാണുന്നു. വിധവയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. വിധവയോട് ഏലിയാവ് അങ്ങോട്ട് പറയുകയാണ്, വെള്ളം കൊണ്ടുവരണം. അവൾ വെള്ളമെടുക്കാൻ പോകുമ്പോൾ ഏലിയാവ് പറഞ്ഞു, എനിക്ക് ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. എന്തിനെന്ന് ചോദിച്ചാൽ ഏലിയാവ് വിശന്നാണ് അവിടെ വരുന്നത്. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം കൽപ്പിച്ചതനുസരിച്ച് നമ്മളാണ് ചിന്തിക്കുന്നതെങ്കിൽ വിധവ കണ്ടു ഓടി വന്ന് ക്ഷണിക്കും. ദൈവം പറഞ്ഞായിരുന്നു കയറിയിരിക്കുക, എല്ലാം നടക്കുമെന്നാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ സാഹചര്യം എല്ലാം വിരോധമാണ്. പക്ഷേ ഏലിയാവിന് ഒരു കാര്യം ഉറപ്പാണ്, ദൈവമാണ് അരുൾ ചെയ്തത്, ദൈവമാണ് ദൂത് കൈമാറിയത്, അതും നടന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ അവളോട് പറഞ്ഞു, എനിക്കൊരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. വെള്ളം മാത്രം പോരാ, ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. ഉടനെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൂതിന്റെ തലം തിരിയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാ 12-ാമത്തെ വാക്യം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണേ, കലത്തിലെ ഒരു പിടി മാവും തുരുത്തിലെ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. ഞാനിതാ 2 പിറകു പിറക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കിയത് ഞങ്ങൾ തിന്നിട്ട്
മരിക്കുവാൻ ഇരിക്കുകയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യം വായിക്കുമ്പോൾ ഇന്നത്തെ പ്രഭാത ചിന്ത എല്ലാവർക്കും മനസ്സിലാകുകയാണ്. അവൾ അവളുടെ ലിമിറ്റേഷൻ പറയുകയാണ്, അവൾ അവളുടെ പരിധി പറയുകയാണ്. ഞാൻ ഈ 2 വിറക് പറക്കുന്നത്, ഞാൻ ഇത് കൊണ്ട് ചെന്നിട്ട് എൻ്റെ വീട്ടിലുള്ള ആ 1 പിടി മാവും ആ ഭരണിയിലെ അല്പം എണ്ണയും എടുത്ത് ഞങ്ങൾക്കുള്ളത് ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ കഴിച്ചു മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ആ വീടിൻ്റെ അന്തരീക്ഷം, ആ വീടിലെ അവസ്ഥ, 1 പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. അവളിതാ ലിമിറ്റേഷൻ പറയുകയാണ്. എനിക്ക് ഇത്രയേ പോകാൻ പറ്റുന്നുള്ളൂ, ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. എൻ്റെ ജീവിതം കടഭാരമാണ്, എൻ്റെ ജീവിതത്തിനകത്തൊരു മുന്നേറ്റമില്ല, എനിക്കൊരു വ്യത്യാസമില്ല. ഇങ്ങനെ ഈ പ്രഭാതത്തിൽ പറയുന്നവരുണ്ടോ? ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, അഭിഷേകം നുകത്തെ തകർക്കുന്നതാണ്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. നീ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ഈ കുറിവാക്യമായി കേട്ടത്, ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെയും ഇനി നിന്റെ കലത്തിലെ മാവിന് കുറവുണ്ടാകത്തില്ല, അത് വർധനവാണ്. നിന്റെ ഭരണിയിലെ എണ്ണയ്ക്ക് കുറവുണ്ടാകത്തില്ല, അത് വർധനവാണ്. ലിമിറ്റേഷനുകൾ, ശത്രു കെട്ടിയ അതിരുകൾ ഈ പ്രഭാതത്തിൽ ദൈവം തകർത്ത് കളയാൻ പോവുകയാണ്. നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറയുന്ന, നീ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറയുന്ന എല്ലാ മതിൽക്കെട്ടുകളെയും ദൈവം പൊളിച്ചു കളയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ അഭിഷേകം നുകത്തെ തകർക്കുന്നതാണ്. അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് പരിധികളില്ലാത്ത ചില ബ്ലെസ്സിങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങൾ കാണുന്നത് പത്രോസിന്റെ പടകിനെ പോലായിരിക്കും, ശൂന്യതയാണ്. അറിയാം, ഒരു നിറമില്ലാത്ത അനുഭവമായിരിക്കും. പക്ഷേ ഇന്നിതാ ദൈവ ശബ്ദത്തിനകത്ത് നീ ചിന്തിക്കാത്തടത്തുനിന്ന് അത്ഭുത നിറവ് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കാനാവിലെ കല്യാണ വീട് പോലായിരിക്കാം. ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും തീർന്നു, എല്ലാം അവസാനിക്കാൻ പോകുന്നത് പോലായിരിക്കും. പക്ഷേ അവൻ്റെ വാക്ക് നിന്റെ മേളിൽ നിറവായി വെളിപ്പെടാൻ പോകുന്നു, നിന്റെ മേളിൽ അത്ഭുതമായി മാറാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാ ലിമിറ്റേഷനുകളെ തകർക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ദൈവ ശബ്ദം, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ പരിധികളെ നീക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഈ പ്രഭാതത്തിൽ ഇത് ഏറ്റെടുക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കർത്താവിൻ്റെ കരം നിന്നെ രക്ഷിക്കാൻ പോവുകയാണ്, നിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ വരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ലിമിറ്റേഷനുകളെ തകർക്കുന്ന, അല്പമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച് ചുരുങ്ങി ജീവിക്കുന്ന നിന്റെ ജീവിതത്തെ എബേസിന്റെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എബേസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഇസ്രായേലിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഇപ്പോൾ ആ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജോലിയിൽ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബ വിഷയത്തിൽ ഭയങ്കരമായി ഭാരപ്പെടുന്നവർ, തലമുറ വിഷയത്തിനകത്ത് ഞെരുങ്ങുന്നവർ, കർത്താവേ ഞങ്ങളിപ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തിന്റെ കരം ഇവരുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ ലിമിറ്റേഷനുകളെ തമ്പുരാൻ തകർത്ത് കളയാൻ പോവുകയാണ്. ഇവരുടെ പരിധികളെ തമ്പുരാൻ ഉടച്ചു കളയാൻ പോകുന്നു. അതിരുകളില്ലാത്ത അത്ഭുതകരം മഹത്വമായി ഇവരുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, ഇന്ന് ഈ പ്രഭാതം മുതൽ ഇവർ വിടുതലിലേക്ക് വരട്ടെ. ഇവരെ കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ഈ യൂട്യൂബ് ലിങ്കുകൾ, ഈ ഫേസ്ബുക്ക് ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. എന്നിട്ടൊരു ഓഡിയോ മെസ്സേജ് കൂടെ അയക്കാൻ പറ്റുമെങ്കിൽ എനിക്കിത് അനുഗ്രഹമായി, നിശ്ചയമായും നിനക്ക് അനുഗ്രഹമാകും. അങ്ങനെ നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഒരു ഭാഗമായി തീരുമെങ്കിൽ എൻ്റെ ദൈവം കടക്കാരനല്ലെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അധികത്തിൽ മാനിക്കും. എങ്കിൽ അതേ നിലയിൽ തന്നെ നിന്ന് ഒരു കാര്യം ഓർപ്പിക്കുന്നു, നമുക്ക് സൂമിൽ ആരാധന നടക്കാൻ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് അറിയാം. നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നടക്കും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.